സുശേഷൻ തോമസ് കുട്ടി പുന്നൂസ് ചാണ്ടിയുമ്മൻ MLA വന്ന് കടന്നുപോയി. അതുപോലെ ഇവിടെ വരാൻ പോകുന്ന രാജു എബ്രഹാം, മൗണ്ട് സിയോൺ ഗ്രൂപ്പിൻ്റെ MD ജോ എബ്രഹാം കലമണ്ണിൽ, മറ്റ് മാന്യ അതിഥികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ സ്വാഗതം. ഈ മനോഹരമായ അവസരം ഒരുക്കി തന്ന സംഘാടകരോടും പ്രത്യേകിച്ച് വേൾഡ് ലിറ്ററേച്ചർ ഫോറം പ്രസിഡന്റ് സുശേഷൻ തോമസ് കുട്ടി പുന്നൂസിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനം എൻ്റെ ജീവിതയാത്രയെ പിന്നോട്ട് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ കൈപ്പിടുത്തം ഓരോ ഘട്ടത്തിലും വ്യക്തമായി കാണാൻ കഴിഞ്ഞതിലൂടെയാണ്. അങ്ങനെയാണ് അതുണ്ടായത്. ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വിജയങ്ങളും നഷ്ടങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഇവയെല്ലാം ചേർന്നാണ് ഈ പുസ്തകം രൂപം കൊണ്ടത്. ദൈവകൃപയുടെ അനുഭവങ്ങൾ അടുത്ത തലമുറയുമായി പങ്കുവെക്കണമെന്ന ആഗ്രഹമാണ് ഈ എഴുത്തിൻ്റെ പിന്നിലെ പ്രേരണ. ഇന്ന് ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥനാ നിരതയായ ഭാര്യയെയും 2 മക്കളെയും 3.5 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള 2 കൊച്ചുമക്കളെയും നൽകി. അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയുടെ വഴിനടത്തൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും അടുത്ത തലമുറ ദൈവത്തെ അറിയുകയും തൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ എന്ന ഹൃദയാഭിലാഷവും ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനങ്ങളിൽ ഒന്നാണ്. ഗ്രേസ് ഇൻ ദ ക്ലൈംബ് എന്ന ഈ പുസ്തകം വെറും ഒരു ആത്മകഥയല്ല, ദൈവകൃപയാൽ നയിക്കപ്പെട്ട എൻ്റെ ജീവിതയാത്രയുടെ സാക്ഷ്യമാണ്. വളരെ ശിക്ഷണത്തിലും ദൈവഭയത്തിലും മാതാപിതാക്കൾ ഞങ്ങൾ 5 മക്കളെയും വളർത്തി. മൂത്തയാൾ 47 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിതാവ് 14 വർഷം മുമ്പ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 91 വയസ്സ് ഈ മാസം പൂർത്തിയാകുന്നു. നമ്മുടെ ചാണ്ടിയുമ്മൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. മീനിടത്തെ ബാല്യകാലം മുതൽ റാന്നിയിലെ പഠന ജീവിതം, ഡൽഹിയിലെ അനുഭവങ്ങൾ, പിന്നീട് അമേരിക്കയിലെ പ്രവാസ ജീവിതം, ഇതോരോന്നും ഓരോ ഘട്ടത്തിലും ദൈവത്തിൻ്റെ കൈപിടുത്തം ഞാൻ അനുഭവിച്ചു. ജീവിതത്തിൽ ദുഃഖങ്ങളും നഷ്ടങ്ങളും വെല്ലുവിളികളും ഉണ്ടായെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ആദ്യജാതനായ മകൻ്റെ വേർപാടിൻ്റെ വേദനയിൽ പോലും ദൈവത്തിൻ്റെ ആശ്വാസവും വിശ്വസ്തതയും ഞങ്ങളെ താങ്ങി നിർത്തി എന്ന് മാത്രമല്ല, അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറി. ദൈവം ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചു. അമേരിക്കയിലെ 33.5 വർഷത്തെ ഗവൺമെൻറ് സർവീസിലും ദൈവകൃപയുടെ വഴിനടത്തൽ ഞാൻ വ്യക്തമായി അനുഭവിച്ചു. ഈ പുസ്തകം എൻ്റെ കഥ മാത്രമല്ല, ജീവിതത്തിൽ സമാനമായ ദുഃഖങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒരു അനുഗ്രഹമാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ജീവിതം ചിലപ്പോൾ കഠിനമായ മല കയറലും പോലെയാകാം, അല്ലെങ്കിൽ മറിച്ച് താഴ്വരയുടെ അനുഭവവും പോലെ തോന്നിയേക്കാം. എന്നാൽ ആ കയറലിൻ്റെ ഓരോ ഘട്ടത്തിലും താഴ്വരയിലും ദൈവകൃപ കൂടിയുണ്ടെന്ന് ഞാൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഗ്രേസ് ഇൻ ദ ക്ലൈംബ് അല്ലെങ്കിൽ കയറ്റത്തിലെ കൃപ എന്ന പേര് നൽകിയത്. My grace is sufficient for you, for my power is made perfect in weakness. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യൻസ് 12:9. കുട്ടികളോടും യുവജനങ്ങളോടും ഒരു ലളിതമായ സന്ദേശം: ദൈവത്തെ അന്വേഷിക്കൂ, സത്യത്തിൻ്റെ വഴിയിൽ നടക്കൂ, ദൈവകൃപ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പ്രാർത്ഥിച്ച് ദൈവിക ഉപദേശം തന്ന എല്ലാവർക്കും നന്ദി കരയേറ്റുന്നു. ഏറ്റവും പ്രധാനമായി എന്നെ ഇതുവരെ നയിച്ച സർവേശ്വരനായ ദൈവത്തിന് സകല മഹത്വവും നന്ദിയും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുരേഷ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന വി സുരേഷ്, ഇവിടുത്തെ അങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന വി സുരേഷ് ഈ വിദ്യാഭ്യാസ കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിക്കും. അത് നമ്മുടെ ബുൾഡോസർ വനിതയായി പഴമാടി അറിയപ്പെടുന്ന അനിൽകുമാർ അത് ഏറ്റുകൊണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും കൂടുതലുള്ള മുൻ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുമാറും വിജയത്തിന്റെ പ്രസിഡന്റ് മാനേജരെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട കുട്ടകളിലിരിക്കുന്ന മാതാപിതാക്കൾ, ഗുരുജനങ്ങളെ, ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റാന്നി തോമസ് നേരിടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ വന്നത് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളുകൂടിയാണ് ഈ ഭാസ്കർ. തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നുള്ളൊരു യാഥാർത്ഥ്യമായി കഴിയുന്നു. തീർച്ചയായും രാവിലെ തന്നെ ഈ 10 മണി വേളയിൽ തന്നെ ഇത്രയും കുട്ടികളുടെ വരികയും നല്ല നല്ല കുട്ടികളെ പഠിക്കാൻ വേണ്ടി പ്രാപ്തിയുള്ള കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരെല്ലാം അംഗീകരിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നടത്തിക്കൊണ്ട് ഞാൻ വളരെ മോശം കഴിക്കണമെന്നുള്ള അവസ്ഥ. ഇപ്പോൾ എല്ലാം ചുറ്റാണ്ടിരിക്കുന്നത് പ്രിയകരനായ അന്നതിക്ക് കൊടുക്കുന്നതായിട്ട് ഇത്ര വായിക്കുന്നത് ഇതിനകത്ത് മുക്കൊണ്ട് കുണം ഇതെല്ലാം സാധനമാണെന്നല്ല ഈ യോമോൻ സംഘടിപ്പിക്കുക. യോമോൻ ഒരു അത്ഭുതമാണ് സത്യത്തിൽ. യോമോന്റെ കാര്യങ്ങൾക്ക് ദൈവം ബലം പകരത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക്